മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വീറ്റാണ് മിൽക്ക് പേട. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുകിയിട്ടുള്ള നെയ്യ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം. കട്ടയാണ് നെയ്യെന്ന് വിചാരിച്ചാൽ ഉരുക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉരുകിയിട്ടുള്ളത് തന്നെയാണ്, മെൽറ്റായിട്ടുള്ള നെയ്യ് തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. സ്പൂണിന് 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാലായാലും കുഴപ്പമൊന്നുമില്ല, തിളപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് പച്ച പാലാണ് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അതിലേക്ക് അത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതുപോലെ ഈ ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 2 ഗ്ലാസ് പാൽപ്പൊടി എന്നുള്ളത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഞാനിപ്പോൾ അളവ് ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ 2 ഗ്ലാസ്സിലാക്കിയിട്ട് എടുത്തത്. ഏകദേശം ഒരു 250 ഗ്രാം പാൽപ്പൊടി ഉണ്ടാവും. 1 കപ്പ് പാലുമാണ് ഉപയോഗിച്ചത്. 2 ടീസ്പൂൺ നെയ്യ്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കട്ട എല്ലാം ഉടച്ചെടുക്കണം ഈ പാൽപ്പൊടിയുടെ. നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ നമുക്ക് കട്ട ഉടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപോലെ നമുക്ക് വെന്ത് കിട്ടില്ല. 2 ഗ്ലാസ് പാൽപ്പൊടി ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ട് അതിൻ്റെ കട്ടകൾ മുഴുവൻ ഉടച്ചെടുക്കുകയാണ്. ഈ ഗ്ലാസ്സിനാണ് എടുത്തത്. നന്നായിട്ട് ഉടച്ച ശേഷം വേണം ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ പാൽപ്പൊടി നന്നായിട്ട് പാലിൽ ചേർന്ന് വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് അടുക്കി പിടിക്കാതെ നന്നായിട്ട് കിട്ടും. കട്ടയൊന്നും തീരെ ഇല്ലാതെ മിൽക്ക് പൗഡർ നന്നായിട്ട് ആ പാലിൽ യോജിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഒട്ടും തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വേറെ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ലെങ്കിലും നമുക്ക് ഈ പാൽപ്പൊടി പാലിൽ ചേർത്തത് വറ്റിച്ച് നമുക്ക് കട്ടയാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒട്ടും തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കരിഞ്ഞു പോവും, വെന്ത് കിട്ടില്ല. പിന്നെ നമുക്കതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് വേണം അത് കട്ടയാക്കി എടുക്കാൻ. അപ്പോൾ ഞാനൊരു 15-20 മിനിറ്റോളം ഞാനത് ഇളക്കി കൊണ്ടേയിരുന്നതാണ്. അതിൻ്റെ ശേഷമാണ് എനിക്കിത് ഇതുപോലെ കട്ടിയായിട്ട് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ് അത് വീട്ടിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ. കൂടുതൽ സാധനങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഒന്നാമത് ഇതിനുള്ള ഗുണം. പിന്നീട് നമുക്കിത് ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കണോണ്ട് കുട്ടികൾക്ക് കൊടുക്കാനൊന്നും യാതൊന്നും പേടിക്കേണ്ട. വേറെ കെമിക്കലായിട്ടുള്ളതൊന്നും നമ്മളിതിൽ ചേർക്കണില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ പാല് കുറുകി ഇതുപോലെ വിട്ട് കിട്ടാൻ തുടങ്ങി പാനിൽ നിന്ന്. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയായിട്ട് കൂടുതൽ കട്ടിയാവും. അതുകൊണ്ട് അത്ര കട്ടിയായിട്ട് വേണ്ട, ഇതുപോലെ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തു. ഞാനിതൊരു പരന്ന പാത്രത്തിലേക്കാണ് തണുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഏകദേശം ഇതൊരു 10 മിനിറ്റോളം തണുത്തോട്ടെ. നന്നായിട്ട് തണുക്കണം. ചൂടിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിതിൽ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരെ. ഞാൻ പഞ്ചസാര, ഏലക്ക ചേർത്ത് പൊടിച്ച് വെച്ചതാണിത്. അത് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തണുത്ത ശേഷം നമുക്ക് ഈ പഞ്ചസാരയുടെ പൊടി ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. കയ്യിൽ നമുക്ക് ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു ലേശം നെയ്യ് ഉപയോഗിച്ച് കുഴച്ചെടുത്താൽ മതിയാവും. ഇത് കൂടുതൽ സമയമൊന്നും കുഴക്കേണ്ട. നമുക്ക് ഈ പഞ്ചസാരയുടെ പൊടി ഇതിൽ ചേരുന്ന വരെ കുഴച്ച് കൊടുത്താൽ മതി. മധുരം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം മാതിരി നമുക്ക് കൂടുതലോ കുറവൊക്കെ വേണമെങ്കിൽ മധുരം ചിലവർക്ക് കൂടുതൽ ഇഷ്ടമാവും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. എനിക്ക് അത്രയും മതിയായിരുന്നു, കാരണം ഞാൻ അത്ര ക്വാണ്ടിറ്റിയിലാണത് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് കയ്യിൽ നമുക്ക് നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കണം. കയ്യിൽ കുറച്ചൊട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയൊന്ന് കഴുകി വന്ന ശേഷം നെയ്യ് നന്നായിട്ട് 2 കയ്യിലും ആക്കി ഇതുപോലെ ചെറിയ ഉരുളകൾ, അത് വലുപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഉള്ളനടിയിൽ വെച്ചിട്ടൊന്ന് പരത്തി, നമുക്ക് കൂടുതൽ കനം കുറച്ചിട്ടും പറ്റില്ല, കൂടുതൽ കട്ടിയായിട്ടും പറ്റില്ല. ഏകദേശം ഒരു പൂരിയുടെ വലുപ്പമോ അങ്ങനെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ വലുപ്പത്തിലായാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക, നടുക്ക് ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുക്കുക. അത്രയും മതി. ഞാനെല്ലാം അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആ ഹോളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് പിസ്തയാണ്. അത് നമുക്ക് ഓരോ പീസ് ഞാൻ എല്ലാ ഹോളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ബദാം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ്, നമുക്ക് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊരു ഷേപ്പാക്കി എടുത്താലും മതി. ഞാനതൊന്ന് മുറിച്ച് കാണിക്കാൻ. നല്ല മാർദ്ദവമായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെയാണ് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.